അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർസാനയുടെ ആങ്ങളുടെ വീട്ടിലാണ് ഷമ്മാസും നുസൈബയും ഉമ്മയും മക്കളും. അവൾ ഗേറ്റ് കടന്ന് വരുന്നത് അവർ നോക്കിയിരുന്നു. മനസ്സിലായി അത് അവൾ തന്നെയാണ്, മറ്റാരുമല്ല. പക്ഷെ കാറിൻ്റെ അകത്തേക്ക് അവൾ നോക്കുന്നുണ്ട്. ആരാണ് ഇപ്പോൾ ഈ കാറിൽ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ഇക്കാക്ക അവൾ കയറി വരുമ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ആ ഫസിയെ, എൻ്റെ വീട്ടുകാരൊക്കെ വന്നിക്കണ്. എന്ത്, എൻ്റെ വീട്ടുകാരോ? ആര്? ഓ, എൻ്റെ വീട്ടുകാർ. അവൾ വിചാരിച്ചു നവാസാണ് വന്നിരിക്കുന്നതെന്ന്. നവാസ് തന്നെ കൊണ്ടുവരാൻ വന്നതാണോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. അവളുടെ ആങ്ങളെ പറഞ്ഞു, ഫസിയെ, ഓലെല്ലാവരും ഉണ്ട്. ആര്? എന്തിനിപ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി നിൽക്കണോല്ലേ? അവൾ ദേഷ്യത്തോടെ, എന്താടേ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഒരു പക്ഷെ നന്നായി പോവുകയാണെങ്കിൽ അതല്ല നല്ലത്. ഓഹ്, നന്നായി പോണ്. എൻ്റെ വാക്കിനോടൊരു വിലയില്ലേ കാക്ക, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അവൾ അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അകത്ത് കയറി ഉമ്മ ആ ഫസിയെ അവളെ വിളിച്ചു. എന്തിപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ദേഷ്യത്തോടെയുള്ള അവളുടെ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവർ വല്ലാതെയായി. നുസൈബ ചോദിച്ചു, ഇത്താത്ത അത് ഇതാ മക്കള് ഉണ്ട്, മക്കളെ കണ്ടില്ലേ? മക്കളോ? ഓ മക്കള്, എനിക്കതിന് ഓർമ്മന്നില്ല. എന്താ ഒക്കെ പിടിച്ചു വെച്ചേക്കല്ലേ, എനിക്ക് തരൂരല്ലോ. എന്ത് ഇത്താത്തങ്ങൾ പറയും, നിങ്ങളല്ലേ സ്വന്തമായിട്ട് അവിടുന്ന്? പെട്ടെന്ന് ഷമ്മാസ് അതിൽ ഇടപെട്ടു. നുസൈബ, നീ മിണ്ടണ്ട. എന്താ ഫസീല ഇത്? ദേഷ്യത്തോടെ അവളുടെ ആങ്ങള. ഇങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് ആളുകൾ വന്നാൽ പെരുമാറേണ്ടത്? അതേ, എനിക്കൊന്നും പറയാം, എനിക്ക് ഇഷ്ടമില്ലാത്ത പല പ്രവൃത്തികളും അവർ ചെയ്തിക്കണേ. ഇത് ഇവളുണ്ടല്ലോ, ഇവളെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്താ ഇവള് സാധനം അറിയോ? സ്വന്തം എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. ജ്യേഷ്ഠനെ പറ്റിച്ചിട്ട് അനിയൻ്റെ കൂടെ പോയ പെണ്ണിനെ, ഹൈ, എനിക്ക് കേട്ടൂടന്നെ ഓളെ പേര് കേൾക്കണന്നെ. നുസൈബയുടെ മുഖം വല്ലാതെയായി. അവൾ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നുസൈ, കരയരുത്, അവൻ മന്ത്രിച്ചു. ആ പിന്നെ ഞങ്ങൾ നാളെ ഉംറക്ക് പോവാണ്, അതിനെക്കുറിച്ച് പറയാനും കൂടിയാണ് വന്നത്, അല്ലാതെ. എന്നാൽ മക്കൾക്ക് അവളെ കണ്ടിട്ട് അവളുടെ അടുത്തേക്കൊന്നും പോകുന്നേ ഇല്ല. മക്കളെ, അത് ഉമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ലൂ, ഷമ്മാസ് പറഞ്ഞു. എന്നാൽ മക്കൾക്ക് ഭയമായിരുന്നു. അവളെ വേണ്ട, ഉമ്മച്ചി തല്ലും എന്ന് പറഞ്ഞ് മക്കൾ മാറി നിൽക്കുന്നു. ചെറിയ മോൻ അവളെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ അടുക്കാൻ അവൾക്കും ഭയം. കണ്ടില്ലേ, കുട്ടികളൊക്കെ എങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കണേ. എൻ്റെ അടുത്തേക്ക്, ഞാൻ പെറ്റ മക്കളാണല്ലോ, ഒരൊറ്റ നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എങ്ങനെ വരിക? ഓൽക്ക് ഓലെ മക്കൾ കരുതി ഓലങ്ങനെ നോക്കും. നമ്മൾ പുറമക്കാരത്തിയല്ലേ, അതുകൊണ്ട് ഇനി നിങ്ങളെന്നെ നോക്കിക്കോളി, ഞമ്മക്കൊരു കുഴപ്പമില്ല. ഞാനേ പഠിക്കാൻ പോകണം, ഞാനും പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവട്ടെ. ഇനി നിങ്ങളെ മുമ്പ് കൂടുന്ന വിലസി എനിക്കും നടക്കാണ്ട്. ഇത്താത്തയുടെ ആ വാക്ക് ഷമ്മാസിന് വല്ലാതെ അങ്ങ് പിടിച്ചില്ല. എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്ന് തീരുമാനിക്കുമ്പോഴത്തിന് അവൻ വിചാരിച്ചു, വേണ്ട, നാളെ ഉംറക്ക് പോവാണ്, അപ്പോൾ ആങ്ങളയോട് പറയുകയാണ്, എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെട്ടോ, ഇൻഷാ അല്ലാ, നമുക്ക് നിങ്ങൾ പോയി വരി. പിന്നെ ഓൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ കരുതിയാൽ മതി, ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കാരണം സ്വന്തം മക്കളെ വരെ ഓള് എടുക്കുക ചെയ്യണില്ല. എന്താ അപ്പോൾ കഥ? എന്നാൽ ചെറിയ മോൻക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉമ്മച്ചിയെ മനസ്സിലായെന്ന് തോന്നുന്നു. ഉമ്മച്ചിയുടെ അടുക്കലേക്ക് അത് ഓടിയെത്തുന്നു. അവളുടെ ഡ്രസ്സിൽ പിടിച്ച് തൂങ്ങുന്നു. ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് ആ കുട്ടി കരയുന്നു. അവൾ പതുക്കെ ആ കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചു. കണ്ടില്ല, ഇപ്പോഴാണ് കുട്ടിക്ക് എന്നെ മനസ്സിലായത്. ഞാൻ പെറ്റ മോനെ വിചാരിച്ച് കണ്ടേ, ആദ്യം മൈൻഡേ ഇല്ലായിരുന്നു. അത് ഫസില, നീയല്ല അവിടുന്ന് മക്കളെ ഉപേക്ഷിച്ച് പോകുന്നത്, നീയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെറുപ്പത്തിൽ ഉമ്മമാരും ഉപ്പമാരും മരിച്ചു പോയ മക്കൾ എത്രയോ ഉണ്ടാവും. അവർക്കറിയില്ലല്ലോ അവരുടെ ഉമ്മ ഏതാണെന്ന്. എത്ര ചെറുപ്പത്തിലാണ് നീ അതിനിട്ട് പോകുന്നത്. എങ്കിലും ആ കുട്ടി ബുദ്ധി ഉണ്ടായത് കൊണ്ട് നിന്നെ കണ്ടുപിടിച്ച് നിൻ്റെ അടുത്തേക്ക് എത്തി. പാല് കുടിക്കണ പ്രായമല്ലേ എൻ്റെ ഫസീല? പാല് അതൊക്കെ കൂടി ഒന്ന് നിർത്തിയിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ പഠിക്കാൻ പോവല്ലേ, പഠിക്കാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ പാലും കൊടുത്തുകൊണ്ടിരിക്കുക, കൊണ്ടേക്കോളി അങ്ങോട്ടെന്നെ. ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കൈകൾ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. പക്ഷെ ആ കുഞ്ഞ് വിടുന്നില്ലായിരുന്നു. ഉമ്മച്ചി എന്ന് പറഞ്ഞ് ആ കുട്ടി അവളെ തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് പോയിക്കോ കുട്ടിയെ, ഇതുവരെ കുട്ടി അവിടെ തന്നെ അല്ലേ നിന്നത്. ഇനിയിപ്പോൾ എൻ്റെ പഠനം മുടക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്
എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കൊന്ന് നേടിയെടുക്കണം. ഉമ്മ അവളെ വിളിച്ചു. ഫസീല, മോള് പോരുന്നാൽ. മോള് പോന്ന്. ഈ കുട്ടീൻ്റെ സങ്കടം ഈ കണ്ടിയില്ലേ? ഞങ്ങൾ പിടിച്ചു വലിച്ചതിനെ കൊണ്ടായാൽ ഒരു പക്ഷേ കുട്ടി കരയും. നിന്നെ കാണണമെന്ന് കരഞ്ഞ് നിന്നെ കിട്ടിയാലല്ലേ അതിന് ബോധ്യമായിട്ടുള്ളൂ. കൊണ്ടേക്കോളി, എങ്ങനെങ്കിലൊക്കെയാണ് മറന്നോളത്. എന്തെങ്കിലുമൊക്കെ മുക്കിക്കൊടുത്ത് ഇതുവരെ വളർത്തിയില്ലേ, അതേപോലെ തന്നെ. പക്ഷേ ആ കുട്ടി ഉമ്മയിൽ നിന്ന് വേർപ്പെടാൻ തയ്യാറായിരുന്നില്ല. അത് കണ്ടപ്പോൾ മൂത്ത കുട്ടിയും ഉമ്മയുടെ അടുക്കലെത്തി. ഉമ്മച്ചി വരണം ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് കുട്ടിയും കരയാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കണ്ണുകൾ നിറക്കുന്ന ഒരു നാടകീയ നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത്. കുഞ്ഞുങ്ങൾ ഉമ്മയെ വിടുന്നില്ല. ഫസീലക്കാണെങ്കിൽ വാശി, ഞാൻ വരുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞൊന്നും വില കൽപ്പിക്കാതെ ഉള്ള വീട്ടിക്ക് ഞാനില്ല. ഞാൻ എൻ്റെ ഇഷ്ടം കുറച്ച് നോക്കി അങ്ങോട്ട് നടക്കട്ടെ. എന്താ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് നോക്കണമല്ലോ. എന്നും മാപ്പിളാരും കുട്ടികളുണ്ടായിട്ട് എന്നും അടിമയെ പോലെ അവിടെ ഇങ്ങനെ പണിയെടുക്കണം. ഉമ്മ ശരിക്കും ഞെട്ടി. എൻ്റെ ഫസീല, എന്നെങ്കിലും ഈ പണിയെടുത്തേക്കണം അവിടെ? എന്നെങ്കിലും എന്നും ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരില്ലല്ലോ മക്കളെയും കൊണ്ട്, അല്ലാതെ നിന്നെ കൊണ്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞോളി. എല്ലാം ഞാൻ നല്ലോണം പേറിയിരിക്കണം അവിടെ. നിങ്ങൾ എന്തൊക്കെ തന്നെ വിളവെടുത്താലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ മക്കൾ അവളെ വിടുന്നുമില്ല. അതേ, ഞാനങ്ങോട്ട് വരുന്നില്ല വിചാരിച്ചു കണ്ടേ നവാസ്ഖാനോട് പറഞ്ഞോണ്ടി അക്കൗണ്ട് നമ്പറൊന്നും മാറ്റൊന്നും വേണ്ട, ATM ഒക്കെ അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന്. എനിക്കേ ചിലവ് കഴിയാനുള്ള അത് നിങ്ങൾ തരേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ കേസ് ഞാൻ കൊടുക്കും. ഫസീലയുടെ അഹങ്കാരത്തോടെയുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഇവൾക്ക് പൈസക്ക് ഏതൊരു വഴിയിലൂടെ കിട്ടുന്നുണ്ടോ? അല്ലാതെ ഇപ്പം ഇങ്ങനെ അവളിങ്ങനെ ഒറ്റക്ക് നടക്കുക ഓരോ കാര്യത്തിന്. ഉമ്മ, സമയം ഒരുപാട് ആകുന്നു, നമുക്ക് നാളെ പുറപ്പെടേണ്ടതല്ലേ. എന്താ മോനെ ചെയ്യുക, കുട്ടികൾ കണ്ടില്ലേ കാട്ടുന്നത്. ഷമ്മാസ് അങ്ങോട്ട് വന്നു. മോനെ വാ, പപ്പ പോവാണ്, വാ നമുക്ക് മിഠായി മേടിക്കാം. അങ്ങനെയൊക്കെ തന്നെയല്ലേ ശീലാക്കിക്കണത്, കൊണ്ടേക്കോളി വളർത്തിക്കോളി. എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കുട്ടികളെ പറ്റി. നിങ്ങളായിട്ട് വളർത്താൻ നോക്കുക. പിന്നെ എൻ്റെ പഠനത്തിൻ്റെ ഇടയിൽ ഞാൻ ഓലും കൂടി ശ്രദ്ധിക്കാൻ നിന്നാലേ എൻ്റെ പഠനം ഇവിടെ മുടങ്ങും. ഇവിടെ പിന്നെ നോക്കാനൊന്നും ആളുണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിന്ന് താമസിക്കണം. അല്ലാതെ ഇവിടെയും വലിയ സുഖം ഉണ്ടായിട്ടൊന്നുമല്ല. ആങ്ങളയുടെയോ നാത്തൂൻ്റെയും മുമ്പിൽ നിന്ന് അതുകൂടി അവൾ പറഞ്ഞപ്പോൾ അവരും ശരിക്കും ഞെട്ടി. പഠിച്ചോൻ, ഈ പെണ്ണിന് എന്താ പിരാന്തോ? ഓൾക്ക് ഇവിടെ സൗകര്യവും സുഖവും റൂമും എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു കിട്ടിയില്ലേ. എല്ലാവരും കണക്ക് തന്നെയാണ്. ഇവിടെ ഉള്ളവരും കണക്ക് തന്നെ, അവിടെ ഉള്ളവരും കണക്ക് തന്നെ. കല്യാണം കഴിച്ച് കെട്ടിച്ച് മക്കൾ ഉണ്ടായി, അതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. എൻ്റെ തന്തി നല്ലതാ അവിടെ അപ്പുറത്ത്. ഞാനങ്ങോട്ട് കടക്കൽ തന്നെയില്ല. എപ്പോഴും ഒരു ഉപദേശമാണ്. ഉപദേശിച്ച് എനിക്ക് കേൾക്കണ ഇഷ്ടം. അവനാൻ്റെ ഇഷ്ടത്തിന് അവനക്ക് നടക്കാൻ ഒരു പൂതി ഉണ്ടാവില്ലേ. ഇത് ഞാൻ പഠിക്കാൻ പോകണ പറ്റൂല, പുറത്തേക്ക് ഇറങ്ങണ പറ്റൂല, ഒരാളോട് സംസാരിക്കണ പറ്റൂല, ടൂറ് പോകാൻ പറ്റൂല എന്ന് ഇതന്നെ പ്രശ്നങ്ങൾ. അതുകൊണ്ടേ ഫസീല ഞാൻ കുറച്ച് ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, മക്കളൊക്കെ നിങ്ങളൊക്കെയാണ് നോക്കിക്കൂടി. അവൾ വാശിയിൽ തന്നെയാണ്. ഉമ്മ പറഞ്ഞു, ഫസീല എന്തായാലും വേണ്ടില്ല, എന്നാൽ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടാ, ഇതാ പിടിച്ചോളി. പക്ഷെ ആ കുഞ്ഞ് വേർപ്പെടുന്നില്ലായിരുന്നു. ഈ കുട്ടി എന്തെങ്ങനെ ഈ ഒരു മേത്തൊട്ടി പിടിച്ച് നിൽക്കണേ, ഇതാ പിടിച്ചോ വലിച്ചാൽ കൊണ്ടേക്കോളി. ഷമ്മാസ് എന്നാൽ കൊണ്ടേക്കോ. എനിക്കാവില്ല മക്കളെ നോക്കാറൊന്നും. പക്ഷേ ആ പൊന്നുമോൻ കരയുകയായിരുന്നു. ഉമ്മച്ചി എന്ന് പറഞ്ഞ് എല്ലാവരും സങ്കടപ്പെടുകയാണ്. പക്ഷേ അവൾ ആ കുഞ്ഞിനെ വേർപ്പെടുത്തി വലിച്ചു കൊടുക്കുകയാണ്. ഇതാ പക്ഷേ കുട്ടി വേർപ്പെടുന്നില്ല. നടക്കി കാർ കണ്ടിട്ടില്ല, നാ മതിയാവുമല്ലോ. നുസൈബ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇത്താത്ത നിങ്ങൾ പോരി, ഇജുമുണ്ടണ്ട. എന്നോടൊക്കെ തീരെ ഒരു താല്പര്യമില്ല, അത്രക്കും വലിയ കണിച്ചാണ് പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. ഷമ്മാസ് അവരുടെ മുഖത്തേക്ക് നോക്കി, വേണ്ട ഒന്നും പറയണ്ട, മൈൻഡ് ശരിയല്ല എന്നുള്ള രീതിയിൽ. ഇത്താത്ത അപ്പോൾ ഞങ്ങൾ നാളെ പോവാം കേട്ടോ ഉംറക്ക്. ഉംറക്കോ ഹജ്ജിനോ എവിടേക്കേം പോയിക്കോളൂ, എനിക്കിപ്പോൾ എന്താ, എൻ്റെ മക്കളെ നോക്കിയാൽ മതിയെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. നുസൈബയുടെ ആങ്ങളയോടും നാത്തൂനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ആങ്ങള പറഞ്ഞു, അതേ എന്താ ഞങ്ങൾ തന്നെ ഇടങ്ങാറിയിക്കണ്, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല വട്ടത്തിൽ ഇവിടെ നിന്നൂടെ. എന്തോ ഒരു സൈസ് ഒരു അസൂയ, ഒരാൾ നന്നാണ് പറ്റണില്ല, ഒരാൾക്ക് എന്തേ ഉണ്ടാണ് പറ്റണില്ല. അപ്പോൾ ഒരു ജാതി
അസുഖം. ഇപ്പം നിങ്ങൾ ഉംറക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ ദേഷ്യം ഒന്നും കൂടി കൂടിയതാണ്. മക്കളെ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾക്കാണ്ട് വന്നിട്ട് മക്കളെ നോക്കിയാലൊക്കെ മതി, പക്ഷെ മക്കളെ കൂടി വിട്ട് തീരാണ് നിങ്ങൾക്ക്. ഓൾക്കും നോക്കാനാവില്ല, പണിയെടുക്കാനാവില്ല, എവിടെയും കത്തിന് പ്രശ്നമാണെന്നും എപ്പോഴും ഓളും മറ്റോളും. ഞാനാകെ ഇടങ്ങാറയിക്കണ്. റബ്ബേ, പെങ്ങളായിപ്പോയി. അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ. എന്നാൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട്. ഒന്നുമില്ല, നിങ്ങൾ സന്തോഷത്തോടെ പൊയ്ക്കോളി. പിന്നെ ഓളെ കാര്യം നിങ്ങളൊന്നും വിചാരിക്കണ്ട. അവളെന്ന് വെച്ചാൽ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ വിഷയമാക്കണ്ട. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പോയി നല്ല റാഹത്തോടു കൂടി ഉംറയൊക്കെ ചെയ്ത് വരി. നമുക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് ദുആ ചെയ്യട്ടോ, പ്രത്യേകിച്ച് ഓളെ കാര്യത്തിൽ. ഈ ഇടങ്ങാറായി പോയിക്കണ് പൊന്നാരെ ഷമ്മാസേ. എന്നോട് പറയാൻ എല്ലാവരും ചീത്തറി, എൻ്റെ മോളെ ചീത്തറിയും അങ്ങനെ എങ്ങനെ ഒരു കഥയാണ്. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അവളുടെ അടുക്കൽ നിന്ന് പോരുന്നേ ഇല്ല. ഉമ്മ കുഞ്ഞിനെ പിടിച്ച് പറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ന കുട്ടി എന്താ മേത്തിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണേ. കുട്ടി രണ്ടെണ്ണം തന്നാലുണ്ടല്ലേ ഞാൻ. ഫസീല, തല്ലല്ലേ, ചെറിയ കുട്ടിയാണ്, പിഞ്ച് പൈതലാണ്. ഉമ്മ ഉമ്മ ഉമ്മച്ചേ എന്ന് പറഞ്ഞ് ആ പൊന്നുമോൻ വീണ്ടും വീണ്ടും കരയുന്നു. മോളും അത് കേട്ട് കരയുകയാണ്. ഉമ്മമാൻ്റെ കുട്ടി കയറിക്കാണി. മോളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഉമ്മ വണ്ടിയിൽ കയറ്റുന്നു. കയറിക്കളി. പക്ഷേ ചെറിയ മോൻ അവന് വരുന്നേയില്ല. ഫസീലയുടെ നെഞ്ചത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അവൻ. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലായി. ഉമ്മ, ഈ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയിക്കോളേ. നിങ്ങളെന്തെങ്ങനെ പോണത്? അവിടെ നിൽക്കേ. ഷമ്മാസ് വാഹനം തിരിക്കുമ്പോഴാണ് അവളത് പറഞ്ഞത്. വണ്ടി തിരിക്കാനടി. അപ്പോഴേക്കും അതാ അവൾ ആ കുട്ടിയെ പിടിച്ചു പറിച്ച് ആ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ദാ പിടിച്ചോളേ എന്ന് പറഞ്ഞ് കുട്ടി കരഞ്ഞുകൊണ്ട് കൈ നീട്ടുന്നു. ഉമ്മ, ഉമ്മച്ചിയെ, ഉമ്മ, മോനെ, ഷാമോനെ വിട്ടടാ. ഈ ഒരു നമുക്ക് വരണ്ടില്ലായിരുന്നു. ഇങ്ങോട്ട് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൂരെ ദൂരെ കേട്ടുകൊണ്ടിരുന്നു. ഉമ്മ, ഉമ്മച്ചി എന്നുള്ള ആ ഒരു കരച്ചിൽ എത്ര ദൂരമായിട്ടും അത് മായുന്നേയില്ല. അത് ചെറുതായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫസീലയുടെ ആങ്ങളെയും നാത്തൂനും മോളുമെല്ലാം കരഞ്ഞു പോയി അത് കണ്ടപ്പോൾ. പക്ഷെ ഫസീലയുടെ ഹൃദയം അപ്പോഴും കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നിട്ടേ എൻ്റെ പഠിപ്പ് മുടക്കാനാ ഓലെ പ്ലാനിങ്. കാക്കങ്ങൾക്കറിയില്ല എന്താ പോലെ വിളവന്മാരെന്നോ, അതിനു വേണ്ടി കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നിട്ടാൽ പിന്നാണ്ട് പോലെ ബാധ്യത തീരുമല്ലോ. അങ്ങനെ പോലും സുഖിക്കണ്ട. നോക്കട്ടെ, രണ്ടെണ്ണത്തിനും നോക്കട്ടെ. എനിക്ക് ഒരു വേദനയില്ല, കാരണം അവിടെ എത്തിയോലെ എങ്ങനെയാ വെച്ചാൽ നോക്കൂ. എനിക്കറിയാം ഓലെ അവിടെ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കുട്ടികളെ അവിടെ കൊണ്ട് തള്ളാൻ എന്നോട് പ്ലാനിങ്. ഞാൻ നിർത്തിയില്ല. എന്നിട്ട് വേണം എൻ്റെ പഠനം മുടങ്ങാൻ. ഫസീല, ഈ ഒരു പെറ്റ ഉമ്മല്ലേടി? ഈ ഒരു പെറ്റ ഉമ്മല്ല, എൻ്റെ മക്കളല്ലത്? ആങ്ങള ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പെറ്റുമ്മൊക്കെ തന്നെയാണ്, പക്ഷേ ഇനി കഷ്ടപ്പെടാനാവില്ല, കുറേ കഷ്ടപ്പെട്ടിക്കണ്. എന്തുവാ പെറ്റുമ്മ വെച്ചിട്ട് എത്ര കുട്ടികളെ മരിച്ചു പോണ് ചെറുപ്പത്തിൽ, എന്നിട്ട് കുട്ടികൾ വളരുന്നില്ലേ? അത് കേട്ട് സങ്കടം വന്ന ആങ്ങള ഫസീലയ്ക്ക് ഒരടി കൊടുക്കുവാൻ വേണ്ടി ഓങ്ങിയപ്പോഴേക്കും നാത്തൂൻ കൈ പിടിച്ചു വെച്ചു. വേണ്ട പൊന്നാരിക്കാക്ക, വേണ്ട. ഓൾ അടിച്ചിട്ട് കാര്യമില്ല. ഓളുടെ മനസ്സ് കല്ലാണ്. ആ പിഞ്ചു പൈതൽ കരഞ്ഞു പോയപ്പോൾ ആ പെണ്ണെടുത്തില്ലല്ലോ. വല്ലാത്തൊരു വേദനയായി പോയത് എനിക്ക് തന്നെ. ഞാൻ ആ കുട്ടീനെ പ്രസവിച്ചല്ല, എന്നിട്ട് തന്നെ എനിക്ക് സങ്കടം വന്നു. ഓളെ കൽബെന്താ റബ്ബേ അങ്ങനെ. ഫസീല, വല്ലാത്ത സാധനം തന്നെ കേട്ടോ നീയേ. അതിനെന്താ, നിങ്ങളെല്ലാവരും ഞാൻ നന്നാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല, അത് കൂട്ടിയാൽ മതി. എനിക്ക് ആ ഓളെ മുഖം കണ്ടപ്പോൾ തന്നെ വെറുത്ത് പോയത്. അത് എന്തെങ്കിലും കഥ അറിയോ? ഏട്ടൻ്റെ ഭാര്യയാണ് അത്. ഈ ഷമ്മാസിനെ കണ്ട് ഓൻ്റെ പിന്നാലെ കൂടിയതാണ്. പിന്നെ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞിനോ, അപ്പോൾ പിന്നെ അങ്ങനെ ചാടി പോകുന്നതാണ്. അല്ലാതെ നല്ല രീതിയിലുള്ള കല്യാണം എന്നല്ല. ഫസീല, അങ്ങനെയൊന്നുമല്ലേ കേട്ടത്? അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ MBBS റാങ്കുകാരി, എന്തൊക്കെയാണ് ഓളെ സ്ഥാനമാനങ്ങൾ അവിടെ. ഇക്കല്ലേ ഞാനും പഠിച്ചിട്ട് അങ്ങോട്ട് കയറി ചെല്ലാതിരിക്കൂല. എൻ്റെ മക്കൾ കുറച്ചെണ്ണം നോക്കട്ടെ. നോക്കിയിട്ട് ആ വാഹനത്തിൽ അവർ തിരിച്ചു പോകുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നേയില്ല. സത്യം പറഞ്ഞാൽ ഉമ്മയും നുസേബിയും ഷമ്മാസും കരയുകയാണ് അത് കണ്ട്. മോനെ, പൊന്നു മോനെ, കുട്ടി കരഞ്ഞ് എന്ത് ആവോടാ? ഉമ്മയുടെ തോളിൽ കുട്ടിയെ ഇട്ടുകൊണ്ട് ഉമ്മ അങ്ങനെ പുറത്ത് തട്ടി താലോലം പാടിക്കൊടുക്കുന്നു. ഉമ്മമാരെ കുട്ടി ഉറങ്ങിക്കളി, പെറ്റുമ്മയാണല്ല കാട്ടിയത്. അല്ലാ,
ഉമ്മ ഫസീലത്തൊക്കെ ഒന്ന് ഇതിൽ കയറിയാൽ പോരെയെന്നോ? നമ്മൾ എങ്ങനെ വിചാരിച്ചു, അവൾ വിളിച്ചു. പക്ഷേ മോനെ സാരില്ലടാ, എൻ്റെ കുട്ടീൻ്റെ വിധി, എൻ്റെ നവാസിൻ്റെ വിധി. ഈ കുട്ടികൾക്ക് ഭാഗ്യമില്ല. മക്കളെ, നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്ത മക്കളാണ് നിങ്ങൾ. അത് കേട്ട് ആ പൊന്നുമോൾ ഉമ്മമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഉമ്മമ്മ, അതെ ഉമ്മമ്മ ഉണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും, മേമയുണ്ടല്ലോ. പക്ഷേ നാളെ ഉംറക്ക് പോവാണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ നീ കാത്തു രക്ഷിക്ക്. മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു ഭാരമാണ് നിറഞ്ഞത് ഷമ്മാസിൻ്റെയും നുസൈബയുടെയും ഉമ്മയുടെയും മനസ്സിൽ. പഠിച്ചോനെ, ആ കുട്ടി കാണിച്ച ആ ഒരു ദയനീയമായ ആ രംഗം, പെറ്റ് തള്ളയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് ആരും അത്ഭുതപ്പെട്ടു പോവും. ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് അവളത് ചെയ്തത്. മാതൃഹൃദയത്തിൻ്റെ വേദന എന്നൊക്കെ പലരും പറയും. പക്ഷേ ആ ഒരു വാക്കിന് അർത്ഥമില്ലാത്ത രീതിയിലാണ് ഫസീലയുടെ കാട്ടിക്കൂട്ടൽ. ആരുടെയും കണ്ണുകൾ നിറയുന്ന കാഴ്ചയായിരുന്നു അത്. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഉമ്മ ചോദിച്ചു, മോനെ ഷാമോനെ. എന്തോ ഉമ്മ? എന്താ മോനെ അവസ്ഥ? എൻ്റെ മൂത്തച്ഛൻ്റെ എന്താ ഓൾക്ക് ഇങ്ങനെ? ഉമ്മ, സാരമില്ല, ഒക്കെ ശരിയായിക്കോളും. അത് മറ്റൊന്നുമല്ല, അത് ഇവള് പഠിക്കുകയാണല്ലോ, അപ്പോൾ അവൾക്കും പഠിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ളത് കൊണ്ട് മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ. എന്താ മോനെ ഈ പറയണത്? ഓളതേ പോലെയാണോ ഇവളവസ്ഥ? ഓളെന്ന് വെച്ചാൽ 2 കുട്ടികളെ തള്ളൻ. നുസൈബാക്ക് മക്കളുണ്ടോ? ആരെങ്കിലും ഇട്ടിട്ട് പോകണുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് എൻ്റെ കുട്ടി ഇത്രയും ലീവ് എടുക്കണേ. മക്കളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞിട്ടല്ലേ പഠിക്കാൻ പോക്കൊക്കെ. അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പാവം ആ പിഞ്ചു മക്കൾക്ക് ഇപ്പോഴും ഓല ഉമ്മാനെ കാണാനുള്ള വിധിഞ്ഞുണ്ടാവില്ല. അങ്ങനെ വളർത്തുക, അല്ല എന്താ കാട്ടുക? നവാസിന് ഇതറിയുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും എൻ്റെ കുട്ടിക്ക്. ഉമ്മ ഒരു നിമിഷം അത് ഓർത്തു. പഠിച്ചോനെ, ആ സൗദന കൊണ്ടുവന്നാൽ മതിയായിരുന്നു എൻ്റെ കുട്ടികളെ നോക്കാനെങ്കിലും. നവാസിനൊരാളായി ചെയ്തു. ആരും അറിയാതെ വേറെ നിക്കാഹാണ് കഴിച്ച് കൊണ്ടുവരാൻ നല്ലത്. എന്നാൽ പിന്നെ ഓലോടെ സമാധാനത്തോടു കൂടി ആണ് ജീവിച്ചോളും. മക്കളുടെ സങ്കടം കണ്ട് ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, ഇനി നിർത്തിയാൽ ശരിയാവില്ല. ഓൾ അങ്ങേയറ്റം വഷളായിക്കണ്. ഓൾ പെറ്റ മക്കളെ കണ്ടിട്ട് പോലും അതാണ് വല്ലാത്ത വേദനയായി പോയത്. ഇനി എൻ്റെ കുട്ടിനെ ഇടങ്ങാറാക്കൂല ഞാൻ. എൻ്റെ നവാസിനെ എങ്ങനെയെങ്കിലും വേഗം കാര്യങ്ങളൊക്കെ ശരിയാക്കണം. ഒരിക്കലും ഫസീല ഇനി വല്ല നല്ല രീതിയിൽ നോക്കുന്നേ എനിക്കൊരു ഉറപ്പുമില്ല. വന്നാൽ തന്നെ കടുപ്പം കാട്ടും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ നവാസിനെ ഓൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ആരും കണ്ടുകൂടാ. റബ്ബേ, എന്തെങ്കിലും ഒരു വഴി ഈ കാണിച്ചു കൊണ്ടാ. അന്നതാ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിരുന്നു. അവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ മോനെ, കുഞ്ഞുമോൻ ഉറങ്ങിയിരുന്നു. മോളും ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഷമ്മാസ് വാഹനം നിർത്തി ആദ്യം മോളെ എടുത്തു. മോനെയും കൊണ്ട് ഉമ്മാക്ക് ഇറങ്ങാൻ പ്രയാസമായപ്പോൾ പെട്ടെന്ന് നുസൈബ അവിടെ ചെന്ന് മകനെ തോളിലിട്ടു. അകത്തേക്ക് കയറി. നവാസ് ഉണ്ടായിരുന്നു. ഉമ്മ, അല്ല എന്തൊരു പോക്കായത്, ഒരുപാട് സമയമായില്ല. മക്കളൊക്കെ ഉറങ്ങിയോ? ഉമ്മ എവിടേക്കാണ്? ഫുള്ള് കറങ്ങി എല്ലായിടത്തും പറഞ്ഞോ? ബാക്കിയൊക്കെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ഉമ്മ. മോനെ ഒരുവിധമൊക്കെ പറഞ്ഞു. ഉമ്മ എവിടേക്ക് പോയി? ഇനി പറയാനുള്ളൊരു സ്ഥലം, ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ തന്നെയാലും എല്ലായിടത്തും പറഞ്ഞ സ്ഥിതിക്ക് അവിടെയും കൂടി പറഞ്ഞാൽ മോശമാണ് മോനെ. പോയി പറയുന്നേ വേണം, അതെൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ നാളെ 9 മണിക്കൊക്കെ അല്ലേ ഫ്ലൈറ്റ്, അതിൻ്റെ മുമ്പായിട്ട് ഇൻഷാ അല്ലാ. ഉമ്മ എല്ലായിടത്തും ഒന്ന് വിളിച്ചറിഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങനെ പോയി പറയണ്ടില്ലായിരുന്നു മോനെ. പറയാനുള്ളടത്ത് പറഞ്ഞെന്നെ നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ച് നമ്മൾ ഉംറക്ക് പോണ കാര്യമില്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ വല്ലതാണെങ്കിൽ നമുക്ക് കല്യാണം സൽക്കാരാണെങ്കിൽ വിളിച്ച് പറഞ്ഞാലും മതി. പക്ഷേ നമ്മൾ അധികം ആൾക്കാരും കല്യാണത്തിനും സൽക്കാരത്തിനും വരാൻ വേണ്ടി കണ്ട് പോയി പറയും, കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ച്. പക്ഷേ ഉംറക്ക് പോകേണ്ട വിഷയത്തിന് പല ആളുകളും വിളിച്ച് പറയലാണ്, വിളിച്ച് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കലും ഒക്കെ ആണ്. അപ്പോൾ ഞാൻ നേരിട്ടൊന്ന് കാണാമെന്നും വിചാരിച്ചു. അതിൽ മോള് പറഞ്ഞു, ഉമ്മച്ചി ഞങ്ങൾ കൂടെ വന്നില്ല, മോനൂനെ എടുത്തില്ല ഉമ്മച്ചി കാറിലേക്ക് ഇട്ടു മോനെ. അത് കേട്ടപ്പോൾ നവാസിൻ്റെ മുഖം വല്ലാതെയായി. എന്തുമ്മാ, നിങ്ങൾ അവിടെ പോയോ? ആ മോനെ, ഓളമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് അതും പോയി, പിന്നെ ആങ്ങളുടെ അടുത്ത് അവിടെയും പോയി. ഉമ്മ
എന്തിനാ പോയത്? മോനെ ഒന്നുമല്ല, ഞാൻ വിചാരിച്ചു അവൾ പോരുകയാണെങ്കിൽ പോന്നോട്ടെ എന്നും കരുതി. ഒന്നുമില്ലേ, മക്കളില്ലേ കൂടെ? മക്കൾക്ക് കാണാൻ പോതിണ്ടാവില്ലേ? എന്തായാലും അവിടെ പോലും പറയലും കുട്ടികളൊക്കെ ഒന്ന് കണ്ടും ചെയ്തോട്ട് വിചാരിച്ച് പോയതാണ്. എന്തുമ്മ കരയണത്? ഉമ്മമ്മ ഉപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കി മോനോന് എടുക്കാത്തത്. ഉമ്മച്ചി ചീത്ത പറഞ്ഞു ഞങ്ങളെ. മോളെ നവാസ് വാരിയെടുത്തു, ഒരുപാട് ചുംബിച്ചു. മോളെ, നിങ്ങളുമ്മച്ചി അത് നമുക്ക് പറ്റൂല മോളെ. കുട്ടി ഓരോന്നായി പറഞ്ഞു തുടങ്ങി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം. ഉമ്മ എന്തിനാ പോയത്? അവൾ ഏത് വഴിക്ക് എങ്ങനെ പഠിക്കാൻ എങ്ങനെ ഒരു കുഴപ്പമില്ല നമുക്ക്. ഓളുള്ള ഇഷ്ടം പോലെ നടക്കട്ടെ. കുറേ കാലം ഉമ്മ എന്നെ ഭരിച്ചതാണ് അവൾ. ഇനിയെങ്കിലും എനിക്ക് സ്വതന്ത്രമായൊരു ജീവിതം വേണം. മോനെ, എങ്ങനെയെങ്കിലും നന്നായി എൻ്റെ കുട്ടികൾ ഒരുമിച്ച് ജീവിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഷമ്മാസം പറഞ്ഞു, നുസീം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷേ ഓൾക്ക് അഹങ്കാരം കണ്ട് കൂടിക്കൂടി വരിക. ഈ നുസൈബാനൊക്കെ പറഞ്ഞ വാക്കുകൾ കേൾക്കണേ ഏട്ടൻ്റെ. ഞാൻ പറയണില്ല, ഒക്കെ പറയണെന്തിനാ? ഓല് പറഞ്ഞോലും പഠിച്ചോനെ ആയിക്കോട്ടെ. ഉമ്മ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവളെ എന്നും വെറുത്തതാണ്. വീണ്ടും അങ്ങോട്ട് പറയാൻ പോകണ്ടില്ലായിരുന്നു. ഒരിക്കലും ഞാൻ അവളോട് ഒത്തുചേർന്ന് പോകുന്ന എനിക്ക് കഴിയില്ല. അതിന് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കണം. എൻ്റെ മക്കളെ നോക്കി എത്ര ആളുകളുണ്ട് അങ്ങനെ. മക്കളെ നോക്കി ഒറ്റയ്ക്ക് ജീവിക്കണം. ഞാൻ നോക്കിക്കോളും എൻ്റെ മക്കളെ. എന്തിനാ അവളോട് നിങ്ങൾ ചോദിച്ചത്? ഒന്നുമല്ലടാ, ചോദിച്ചതല്ല. മക്കൾ അവളെ കണ്ടപ്പോൾ കരഞ്ഞു. ചെറിയ കുട്ടി വേർപ്പെടുന്നില്ല, പിടിച്ച് പറിച്ചിട്ടും വരുന്നില്ല. അവസാനം അവൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ വണ്ടിക്കകത്തൊക്കെ ഇട്ട് നിൽക്കണം. പിന്നെ എങ്ങനെ മോനെ? ഞാൻ പറഞ്ഞു, മോളെ ഫസീല, ഈ പോര് മോള് പോര്, നിങ്ങൾക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ചൂടെ? കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾക്ക് ജീവിക്കാം. മക്കളെ ഓർത്തിട്ട് നിങ്ങൾക്ക് പോര് മോനെ. ഞാൻ പറഞ്ഞു, പക്ഷേ മക്കളുണ്ടായ എൻ്റെ പഠനം നടക്കൂല. എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കും പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട്. ഉമ്മ വേണ്ട, ഒരിക്കലും എനിക്ക് അവളിനി വേണ്ട. എൻ്റെ ഈ വീട്ടിലേക്ക് തന്നെ അവൾ കയറുന്നത് എനിക്കിഷ്ടമല്ല. ഉമ്മ, നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ സ്വീകരിക്കും, എനിക്കറിയാം. പക്ഷേ എനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സുകൊണ്ട് എന്നേ അവളെ ഞാൻ വെറുത്തതാണ്. ഇത്ര കാലമായി ഉമ്മ ഞാനും അവളും ശരിക്കൊന്ന് നല്ല രീതിയിൽ ജീവിച്ചിട്ട്. ഒരു റൂമിലാണ്, ശരിയാണ്, ഓക്കെയാണ്, മക്കളുണ്ട്. പക്ഷേ നല്ല രീതിയിൽ അവൾ എന്നോടൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ കൂടെ കഴിഞ്ഞിട്ട് എത്ര മാസങ്ങളായി. ഉമ്മ, ഞാനൊരാണല്ലേ. തൻ്റെ മകൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് എന്ത് പറയണം എന്നറിഞ്ഞില്ല. ഷമ്മാസിനും നുസൈബക്കും ആകെ ടെൻഷനായി. റബ്ബേ, പാവ ഇക്കാക്ക ഒരുപാട് സഹിക്കുന്നുണ്ട്. മക്കളെ, നുസൈബ പെട്ടെന്ന് മക്കളെ എടുത്തു. വരും, നമുക്ക് ഈ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് നല്ല മക്കളായിട്ട് ഫുഡ് കഴിക്കണ്ടേ? അവൾ സ്നേഹത്തോടെ ആ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. നവാസും ഉമ്മയും ഷമ്മാസും അത് നോക്കിക്കണ്ടു. ഒരു നിമിഷം ഉമ്മ ദുആ ചെയ്തു, റബ്ബേ, ഈ പെണ്ണിനെങ്കിലും ആ മക്കളോട് നീ സ്നേഹം ഇട്ട് കൊടുക്കല്ലാ. ഉമ്മ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നാളെയാണ് ഷമ്മാസും ഉമ്മയും നുസൈബയും ഉംറക്ക് പോകുന്നത്. ഉമ്മയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. പഠിച്ചവൻ, എൻ്റെ മക്കളെ കൂടി അന്ന് ഓനോട് പറഞ്ഞു മക്കൾക്കുള്ള വിസയും കൂടി എടുക്കാമെന്ന്. പക്ഷേ ഓൻ പറഞ്ഞു, എന്തിനാ ഉമ്മ, അവർക്കെല്ലാം ഉണ്ടല്ലോ, വേണമെങ്കിൽ സൗദിയിൽ എവിടെ വേണമെങ്കിലും പോയി നിൽക്കുകയൊക്കെ ചെയ്യാം, ടിക്കറ്റ് എടുത്താൽ പോരെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉംറയാകുമ്പോൾ മക്കളൊക്കെ കൊണ്ടുവരുമ്പോഴേ അത് നമുക്ക് നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മോനെ, അത് സാരല്ല എന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ, നാളെയാണ് അവരുടെ ഉംറയ്ക്കുള്ള പോക്ക്. അതിനു മുമ്പായിട്ട് ഒരു വീട്ടിൽ കൂടി അവർക്ക് പോയി പറയുവാനുണ്ട്. അത് മറ്റെവിടെയുമല്ലായിരുന്നു, നുസൈബയുടെ ഫാമിലിയിലാണ്. അവിടെയും കൂടി പോയി പറഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്തോടു കൂടെ പോകാം ഉമ്മ വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഉമ്മയും ഷമ്മാസും അവളും ഉംറക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ പിന്നെ ആര് നോക്കും എന്നുള്ള കാര്യത്തിൽ ഉമ്മയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ, അതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നൂർ ഫാത്തിമയുടെ സ്റ്റോറിയിലെ മുഹ്സിനയുടെ കഥ കേട്ടിട്ട് ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് മുഹ്സിനയുടെ കഥ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നുസൈബയെ മറക്കാൻ പാടില്ല. എല്ലാവരും ഒരുപാട് കരഞ്ഞ കഥയാണ് മുഹ്സിനയുടെ കഥ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്തിനങ്ങനെ കരയിപ്പിക്കുന്നത് എന്നൊക്കെ. ആദ്യമൊക്കെ സ്റ്റോറികളിൽ അവരുടെ യഥാർത്ഥ അനുഭവ കഥകൾ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എന്തൊക്കെ തന്നെ നിങ്ങൾ എത്രയൊക്കെ തന്നെ കരഞ്ഞാലും പിന്നീട് ഞാനൊരു സന്തോഷം കൊണ്ടുവരും. നമ്മുടെ നുസൈബ് ഒരുപാട് ബുദ്ധിമുട്ടായ പെൺകുട്ടിയായിരുന്നല്ലോ. ഫൈസലിനെ കൊണ്ട് ഒരുപാട് കരഞ്ഞ് കണ്ണീര് കുടിച്ച പെൺകുട്ടിയായിരുന്നു നുസൈബ. എന്നാൽ അവൾക്ക് അൽഹംദുലില്ലാ ഷമ്മാസിനിലൂടെ നല്ലൊരു ജീവിതം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഹ്സിനയും ഒരുപാട് സങ്കടപ്പെട്ടു. അൽഹംദുലില്ലാ അവൾക്കും നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു 6000 ആളും കൂടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് 2 ലക്ഷം എന്നുള്ള സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. എന്തൊക്കെ തന്നെയല്ലേ, ഏതൊക്കെ പെൺകുട്ടികൾ ആരൊക്കെ തന്നെ ഉപദ്രവിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും അവർ ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടാവും, എങ്കിലും പിന്നീട് അൽഹംദുലില്ലാ അവർക്ക് നല്ല ജീവിതം ലഭിക്കും. ക്ഷമ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെയും ലഭിക്കും എന്നാണല്ലോ. ക്ഷമയുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ട്. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. നമ്മുടെ നുസൈബ് ഒരുപാട് ക്ഷമിച്ചു, നമ്മുടെ മുഹ്സിന ക്ഷമിച്ചു. അവർക്കൊക്കെ അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് നൽകുകയും ചെയ്തു. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുള്ളവരായി കഴിയാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.